ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു ലൈഫ് ഫൈ സിസ്റ്റമാണ്. അതായത് ലേസർ ഉപയോഗിച്ച് ഓഡിയോ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു സിസ്റ്റമാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാകുന്നത് നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിനായി നമുക്ക് ആദ്യം ഇതുപോലത്തെ ഒരു ചെറിയ ആംപ്ലിഫയർ ബോർഡ് വേണം. ഇപ്പോൾ ഒരു 5 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു ആംപ്ലിഫയർ ബോർഡാണ്. പിന്നെ നമുക്കൊരു പഴയ ഇയർഫോണിൻ്റെ ജാക്കറ്റ് വേണം. ഇതിപ്പോൾ നമുക്ക് ഏത് ടൈപ്പ് വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഒരു പിന്ന് നമുക്കതിൻ്റെ സെൻറ്റർ ഭാഗത്തുള്ള പിന്നിലേക്ക് ഇതുപോലെ കണക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ രണ്ടാമത്തെ വയർ നമുക്കതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ആ പിന്നിലേക്ക് ഇതുപോലെ കണക്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു ലേസർ വേണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു ലേസർ നമുക്കൊന്ന് റിമൂവ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ലേസറിലോട്ട് നമുക്ക് വയർ കണക്ട് ചെയ്ത് കൊടുക്കണം. അതിനായി നമുക്ക് ആദ്യം ഇതിൻ്റെ നെഗറ്റീവ് വയർ നമുക്ക് ഇതുപോലെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനിയിപ്പോൾ നമ്മുടെ ഈ ലേസർ നമുക്ക് ഈ ആംപ്ലിഫയർ ബോർഡിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായി നമുക്ക് ഈ ലേസറിൻ്റെ നെഗറ്റീവ് വയർ നമുക്ക് ഈ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ടിലേക്ക് ഇതുപോലെ കണക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ പോസിറ്റീവ് വയർ നമുക്ക് ഈ ലേസറിൻ്റെ ഈ ഒരു പിന്നിലേക്ക് ഇതുവരെ കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കണക്ഷൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടുള്ള പവർ സപ്ലൈ കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 3.7 വോൾട്ടാണ് കൊടുക്കുന്നില്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ട്രാൻസ്മിറ്റിംഗ് സർക്യൂട്ട് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ റിസീവർ പാർട്ടും കൂടി ഉണ്ടാക്കാനുണ്ട്. ഓക്കെ, നമുക്കിന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും ഇതിൻ്റെ ലേസർ ഇപ്പോൾ നന്നായി തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ 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 ഇതിൻ്റെ ലേസർ
ഓക്കെ, പിന്നെ നമുക്ക് ഈ സർക്യൂട്ടിൻ്റെ റിസീവർ സൈഡും കൂടി ഉണ്ടാക്കണം. അപ്പോൾ തന്നെ നമുക്കൊരു ആംപ്ലിഫയർ ബോർഡ് എടുക്കാം. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു സോളാർ പാനൽ വേണം. ഇതിപ്പോൾ ഒരു 5 വോൾട്ടിൻ്റെ പാനലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പോസിറ്റീവ് വയർ നമുക്ക് ഈ ആംപ്ലിഫയറിൻ്റെ നടുവിൽ വരുന്ന ഒരു പിന്നിലോട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഇതിൻ്റെ നെഗറ്റീവ് വയർ നമുക്ക് ആ റൈറ്റ് സൈഡിലുള്ള പിന്നിലോട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പിന്നെ ഇതിലോട്ട് സ്പീക്കർ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കണം. ഏത് സ്പീക്കർ ആണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഒരു 10 വാട്ടിൻ്റെ സ്പീക്കറാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ നമുക്ക് ഈ സ്പീക്കർ നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ടിലേക്ക് ഇതൊരു കണക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്ക് ഇതിലോട്ട് ബാറ്ററി കണക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്ക് ഇതിലോട്ട് ഒരു ചെറിയ സ്വിച്ച് കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ റിസീവർ പാർട്ട് ഇതേ സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതെല്ലാം ഒരു ബോക്സിലോട്ട് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കണം. അതിന് നമുക്ക് ആദ്യം ഇതുപോലത്തെ ഒരു കാർബണിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലേസറിൻ്റെ ഭാഗം നമുക്ക് ഒരു ഹോളിലോട്ട് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമ്മൾ ആംപ്ലിഫയർ ബോർഡ് നമുക്ക് അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ട്രാൻസ്മിറ്റർ സൈഡ് നമ്മൾ നല്ല രീതിയിൽ തന്നെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ നമ്മൾ റിസീവർ സൈഡും കൂടി സെറ്റാക്കി എടുക്കണം.
അപ്പോൾ നമ്മുടെ റിസീവർ സൈഡും കൂടി നമ്മളത് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും നമുക്കിത് ലേസർ നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലേസർ കറക്റ്റ് നമ്മുടെ ആ ഒരു സോളാർ പാനലിലോട്ട് മുട്ടുന്ന രീതിയിൽ തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇനിയിപ്പോൾ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിനായി നമുക്ക് നമ്മുടെ ഒരു ജാക്കറ്റ് നമുക്ക് നമ്മുടെ ഫോണിലോട്ട് ഇതിലൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. നമുക്കൊരു മ്യൂസിക് പ്ലേ ചെയ്ത് നോക്കാം. ഒക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും നമ്മുടെ ആ ലേസർ വരുന്ന ഒരു ഭാഗത്തേക്ക് നമ്മുടെ കൈ കൊണ്ടുപോകുമ്പോൾ ആ ഒരു മ്യൂസിക് സ്റ്റോപ്പ് ആവുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.